ഹലോ സ്റ്റുഡൻസ്, ഈ മോഡ്യൂളിൽ നമുക്കിനി പഠിക്കാനുള്ളത് സോൾഡറിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ വെൽഡിങ്ങിനെ പറ്റിയും ബ്രേസിങ്ങിനെ പറ്റിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സോൾഡറിങ്ങിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് സോൾഡറിങ് എന്ന് നമ്മൾ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചായിരുന്നു. അതിൻ്റെ ബേസിക്സ് എന്താണ് സോൾഡറിങ് എന്നും എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും ഒക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ BME എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ട സോൾഡറിങ് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. മാത്രമല്ല നിങ്ങൾ മിക്കവാറും ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നേരിട്ട് കണ്ടും കാണും. പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് എന്താണെന്ന് സോൾഡറിങ് ഒരു പക്ഷേ ലാബിൽ ചെയ്തും കാണും. 10 കണ്ട് പരിചയമുള്ള ഒരു പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. ഈ സോൾഡറിങ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ജോയിൻ്റ് ഉണ്ടാകുന്ന പ്രോസസ്സാണെന്ന് നമ്മൾ BMEയുടെ വീഡിയോയിൽ പറഞ്ഞു. അപ്പം ടെമ്പററി ആയിട്ടുള്ള ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജോയിൻ്റ് ആണെന്ന് പറയാം. വലിയ ഫോഴ്സ് ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, വളരെ ഹൈ ടെമ്പറേച്ചർ ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോയിൻ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് പീസ് ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസിനെ നമ്മൾ ആക്ച്വലി ചൂടാക്കുന്നില്ല, ഫില്ലർ മെറ്റീരിയലിനെ മാത്രമേ ചൂടാക്കുന്നുള്ളൂ. ഫില്ലർ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്ത് എവിടെയാണോ ജോയിൻറ്റ് ഫോം ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വർക്ക് പീസിന് അല്ലെങ്കിൽ അതിൻ്റെ ജോയിൻ ചെയ്യേണ്ട എഡ്ജസിനെ നമ്മൾ ചൂടാക്കുന്നൊന്നുമില്ല. മാത്രമല്ല ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സാധാരണ ഒരു കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയാം. മേ ബി ഈ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് നമ്മൾ ഒരു പക്ഷേ ഒരു 300 ഡിഗ്രി അല്ലെങ്കിൽ 600 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇതിനെ ചൂടാക്കത്തുള്ളൂ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവുന്ന ഫില്ലർ മെറ്റീരിയലാണ് ഈ സോൾഡർ എന്ന് പറയുന്നത്. അതാണ് ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 300 അല്ലെങ്കിൽ 600 ഡിഗ്രി സെൽഷ്യസിലൊക്കെ മെൽറ്റ് ആവുന്ന ആ ഒരു ഫില്ലർ മെറ്റീരിയലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു 3000 ഡിഗ്രി സെൽഷ്യസിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് 800 to 1000 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ സോൾഡറിംഗ് എന്ന് പറയുന്നത് 300 അല്ലെങ്കിൽ 600 അത്രയും ടെമ്പറേച്ചർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ടെമ്പററി ജോയിൻ്റ് എന്ന് പറയാം, സ്ട്രെങ്ത് കുറഞ്ഞ, ഹാർഡ്നെസ്സൊക്കെ അധികം ഇല്ലാത്ത, വലിയ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത, ഈവൻ വളരെ ഹൈ ടെമ്പറേച്ചർ പോലും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോയിൻ്റ് ആണെന്ന് പറയാം ഈ സോൾഡറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രോസസ്സാണ്, വലിയ സ്കില്ലൊന്നും വേണ്ട ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് തന്നെ 1-2 തവണ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മളൊരു എക്സ്പേർട്ട് ആവും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, വലിയ സ്കില്ലൊന്നും ആവശ്യമില്ല, കോസ്റ്റ് കുറവാണ്, കുറച്ച് സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോൾഡറിങ് പ്രോസസ്സിനെ. മാത്രമല്ല തിന്നായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ജോയിൻ ചെയ്യാനും ഇങ്ങനെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ഈ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിലോട്ടൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയാണ് മെയിൻലി ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ ഫോഴ്സ് ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, വലിയ ഫോഴ്സ് വരുന്ന കമ്പോണൻസ് ജോയിൻ ചെയ്യാനും സോൾഡറിംഗ് എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാറില്ല. വലിയ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, വളരെ ഹൈ ടെമ്പറേച്ചർ ഒക്കെ വരുന്ന സ്ഥലത്തും സോൾഡറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കാറില്ല. സോൾഡറിംഗ് ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അങ്ങനെ പിന്നെ എല്ലാ മെറ്റീരിയൽസ് ഒന്നും സോൾഡറി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോൾഡറിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് മാത്രമേ ഇങ്ങനെ സോൾഡർ ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് സോൾഡറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ BMEയുടെ വീഡിയോ ഷെയർ ചെയ്തു. അപ്പോൾ അത് കണ്ടാൽ സോൾഡറിംഗ് എന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സോൾഡറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ കാണുന്നതാണ് സോൾഡറിംഗ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സോൾഡറിംഗ് എന്ന പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനുള്ള ഹീറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഡിവൈസാണ് സോൾഡറിംഗ് അയൺ എന്ന് പറയുന്നത്. ഇവിടെ ഈ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വയറാണ് സോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾഡറാണ് നമ്മൾ ഇങ്ങനെ വയറിൻ്റെ ഫോമിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ് ഫില്ലർ മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ സോൾഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സോൾഡർ 2 ടൈപ്പ് ഉണ്ട്. ഞാൻ BMEയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സോൾഡറിങ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം, സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറും. സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും കൂടെ അലോയാണ്. അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ പറഞ്ഞാൽ 320 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കൂടെ അലോയാണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി ഈ സോഫ്റ്റ് സോൾഡറിനേക്കാളും കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ജോയിൻ്റ് ആയിരിക്കും ഹാർഡ് സോൾഡർ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ പറഞ്ഞാൽ 600 ഡിഗ്രി സെൽഷ്യസ്, അതായത് 600 ഡിഗ്രി സെൽഷ്യസ് ഈ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഹാർഡ് സോൾഡർ എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഹാർഡ് സോൾഡർ നമ്മൾ മെൽറ്റ് ചെയ്ത് സോൾഡറിങ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ സോൾഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക, അലോയ് കണ്ടൻറ്റ് എന്താണെന്നും അതിൻ്റെ ടെമ്പറേച്ചർ എത്ര ടെമ്പറേച്ചറിലാണ് ആ പ്രോസസ്സ് നടത്തുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മേ ബി 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് ഏതാണെന്നൊക്കെ ചോദിക്കാം. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. ഇനി നമ്മൾ സോൾഡറിങ്ങിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ ചെറിയ കുറച്ച് കാര്യങ്ങളെ പഠിക്കേണ്ടതായിട്ടുള്ളൂ, വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതായിട്ടില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, വല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതും ഇല്ല. നിങ്ങൾക്ക് കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളെ നമ്മൾ ഈ പോർഷനിൽ പഠിക്കുന്നുള്ളൂ.
അപ്പോൾ ആദ്യം സോൾഡറിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. എങ്ങനെയാണ് ആ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന എന്ന് സംഭവം നോക്കാം. അതൊരു 4 സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സർഫസ് പ്രിപ്പറേഷൻ. നമ്മൾ എവിടെയാണോ ജോയിൻ്റ് ഉണ്ടാക്കേണ്ടത് ആ ജോയിൻ്റ് വരുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനെയാണ് സർഫസ് പ്രിപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഡേർട്ടോ ഓയിലോ ഒന്നും പറ്റിപ്പിടിച്ചിരിക്കാൻ പാടില്ല. എവിടെയാണോ ജോയിൻ്റ് ഉണ്ടാക്കേണ്ടത് അവിടെ ആ പോർഷനിൽ ഡേർട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല, പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല, ഓയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കുറച്ച് ക്ലീൻ ആയിട്ടുള്ള നല്ല സർഫസ് ആയിരിക്കണം, നല്ല ക്ലീൻ ആയിട്ടുള്ള സർഫസ് ആയിരിക്കണം അതെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള സർഫസ് അല്ല എങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യത്തെ സർഫസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലക്സ്. ഈ ഫ്ലക്സ് എന്തിനാണ് നമുക്കറിയാം. മോൾട്ടൺ മെറ്റൽ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത മെറ്റൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് നൈട്രേറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന തടയണം. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നൈട്രജനായിട്ട് കമ്പൈൻ ചെയ്ത ഓക്സൈഡ്സ് നൈട്രേറ്റ്സ് ഒക്കെ ഉണ്ടാകും. അത് ജോയിൻറ്റിൻ്റെ അകത്ത് പെട്ടുപോയാൽ അതിൻ്റെ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലക്സ് എവിടെയാണോ ജോയിൻ്റ് ഉണ്ടാക്കേണ്ടത് ആ ജോയിൻ്റ് ഉണ്ടാക്കേണ്ട സർഫസിൽ നമ്മൾ ഫ്ലക്സ് അപ്ലൈ ചെയ്യും. മിക്കവാറും ഒരു പേസ്റ്റ് രൂപത്തിലൊക്കെ ആയിരിക്കും ഫ്ലക്സ് ഇരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ജോയിൻ്റ് ഉണ്ടാക്കേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ സാധാരണ ഫ്ലക്സ് ഇങ്ങനെ പുരട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ ഫില്ല മെറ്റീരിയൽ, ഈ സോൾഡർ എന്ന് പറയുന്ന ഈ സോൾഡർ എന്ന് പറയുന്നതാണ് ഫില്ല മെറ്റീരിയൽ. ഈ സോൾഡർ എന്ന് പറയുന്നത് ആദ്യം ഫ്ലക്സിലോട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് അതൊന്ന് മുക്കിയിട്ട് എന്നിട്ടായിരിക്കും ഈ അയണിലോട്ട് സോൾഡറിങ് അയണിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുത്ത് മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ സോൾഡറിങ് അയണിലോട്ട് ഈ സോൾഡർ കൊണ്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഫ്ലക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടായിരിക്കും ഇതടുത്തോട്ട് കൊണ്ടുചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോട്ടിങ്, ഫ്ലക്സിൻ്റെ ഒരു കോട്ടിങ് കൂടെ ഈ സോൾഡറിൻ്റെ പുറത്ത് കാണും. അതുപോലെ തന്നെ എഡ്ജ്, എവിടെയാണോ ജോയിൻ്റ് ഉണ്ടാക്കേണ്ട എഡ്ജ് ഏതാണോ, സർഫസ് ഏതാണോ, എവിടെ ജോയിൻ്റ് ഉണ്ടാക്കേണ്ട സർഫസ് എവിടെയാണോ ആ സർഫസിലും ചിലപ്പം ഫ്ലക്സിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും. അപ്പം അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നൈട്രജനായിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലക്സിൻ്റെ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലക്സ് എന്നുള്ളത്. ഇനി അടുത്ത മെയിനായിട്ടുള്ള ജോയിൻറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് ആപ്ലിക്കേഷൻ ഓഫ് സോൾഡർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ സോൾഡർ എന്ന് പറയുന്ന ഈ സോൾഡറിങ് അയണിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ആ സോൾഡർ ഒന്ന് മെൽറ്റ് ആവും. അതായത് ഈ വയർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആവും. ആ മെൽറ്റ് ആയിരിക്കുന്ന ആ ഒരു ലിക്വിഡ് ഫോമിലുള്ള ആ ഫില്ല മെറ്റീരിയൽ എവിടെയാണോ ജോയിൻ്റ് ഉണ്ടാക്കേണ്ടത് ആ ജോയിൻറ്റിൻ്റെ ആ വരേണ്ട ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നു. അപ്പോഴായിരിക്കും അവിടെ ജോയിൻറ്റ് പോലെ ഉണ്ടായി വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ഉണ്ടാക്കേണ്ട ഭാഗത്തെ വർക്ക് പീസ് ഒന്നും ചൂടാക്കുന്നില്ല, ഫില്ല മെറ്റീരിയൽ മാത്രമേ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ, അല്ലാതെ വർക്ക് പീസിനൊന്നും നമ്മൾ ചൂടാക്കുന്നില്ല. അപ്പോൾ ഈ ഫില്ല മെറ്റീരിയലായി സോൾഡറിനെ മെൽറ്റ് ചെയ്യാനായിട്ടാണ് സോൾഡറിങ് അയൺ എന്ന് പറയുന്ന കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോൾഡറിങ് അയണിലോട്ട് ഈ ഫില്ല മെറ്റൽ കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോഴേ അതങ്ങ് മെൽറ്റാവും. ആ മെൽറ്റായി വരുന്ന ഡ്രോപ്ലെറ്റ്സ് ആയിട്ടുള്ള ആ മോൾട്ടൺ മെറ്റൽ എവിടെയാണോ ജോയിൻറ്റ് ഉണ്ടാവേണ്ടത് അങ്ങോട്ടങ്ങ് ഇട്ടോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ അവിടെ ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഫ്ലക്സിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഫ്ലക്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാം, എന്തെങ്കിലും പഞ്ഞി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് കൊണ്ടോ നമുക്കതിനെ ജസ്റ്റ് തുടച്ചെടുക്കാം. അതല്ല എങ്കിൽ വാട്ടർ ഉപയോഗിച്ച് കഴുകുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ എക്സസ് ആയിട്ടുള്ള ഫ്ലക്സ് റിമൈൻ ചെയ്യുന്ന ഫ്ലക്സിനെ നമ്മൾ റിമൂവ് ചെയ്യും. അതാണ് നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ളത്. അത് ചെറിയൊരു പ്രോസസ്സാണ്. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈവൻ കൈ കൊണ്ട് അതിനെ തുടച്ചെടുക്കാന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് റിമൂവൽ ഓഫ് ഫ്ലക്സ് എന്നുള്ളത്. അപ്പോൾ ഈ 4 സ്റ്റെപ്പായിട്ടുള്ളതാണ് ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. മേ ബി 3 or 4 മാർക്സിന് ചോദിക്കും, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ സോൾഡറിങ് പ്രോസസ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ 4 ഹെഡിങ് എഴുതി സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് മേ ബി ഒരു 3 or 4 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ല, 3 or 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയുള്ളൂ. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്ലക്സസ് സോൾഡറിങ് എന്ന പ്രോസസ്സിൽ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഫ്ലക്സ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഇനോർഗാനിക്കും മറ്റേത് ഓർഗാനിക്കും. ഇനോർഗാനിക് ആസിഡ്സ് അല്ലെങ്കിൽ സോൾട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഗാനിക് ഫ്ലക്സസ്. ഈ 2 കാറ്റഗറിയിലുള്ള ഫ്ലക്സസാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇനോർഗാനിക് ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനോർഗാനിക് ടൈപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് കൊറോഷൻ സംഭവിക്കുന്നതാണ്. അതായത് ജോയിൻ ചെയ്യേണ്ട ആ ഭാഗത്ത് നമ്മൾ ഫ്ലക്സ് പുരട്ടുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ പുരട്ടി കഴിഞ്ഞിട്ട് സോൾഡറിങ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ കൊറോഡ് ചെയ്യും. അപ്പോൾ അതായത് കൊറോഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഇനോർഗാനിക് ഫ്ലക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനോർഗാനിക് ഫ്ലക്സിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പം സമയത്തിന് അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ, ആ ഫ്ലക്സിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ കൊറോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനോർഗാനിക് ഫ്ലക്സ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന മുരിയാറ്റിക് ആസിഡ് അല്ലെങ്കിൽ സോൾട്ട്, വിച്ച് ആർ കോമ്പിനേഷൻസ് ഓഫ് സിങ്ക് ആൻഡ് അമോണിയം ക്ലോറൈഡ്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചേക്കുക. ഇത് തന്നെയാണ് ഇനോർഗാനിക് ഫ്ലക്സിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. സിങ്കിൻ്റെ അമോണിയം ക്ലോറൈഡിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള മൊറാറ്റിക് അല്ലെങ്കിൽ ആസിഡ്സ് ആൻഡ് സോൾട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
ഞാൻ പറഞ്ഞ പോലെ അത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവിടെ കൊറോഡ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴിയാൻ മാത്രം മതി, അത് ഈസി ആയിട്ട് അങ്ങ് പൊയ്ക്കോളൂ. ഒന്നെങ്കിൽ ക്ലോത്ത് വെച്ചൊക്കെ റിമൂവ് ചെയ്താൽ പോലും ഇതിൻ്റെ ഫ്ലക്സിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ പാർട്സ് ആ ജോയിൻറ്റിൽ തന്നെ കാണും. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ അത് ക്ലീൻ ആകത്തുള്ളൂ, അല്ലെങ്കിൽ കൊറോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ വെള്ളം ഉപയോഗിച്ച് തന്നെ ഇത് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ആഫ്റ്റർ സോൾഡറിങ് ദ കമ്പോണൻറ്റ് മസ്റ്റ് ബി വാഷ്ഡ് thoroughly വിത്ത് ഫ്ലോയിങ് വാട്ടർ ഇൻ ഓർഡർ ടു റിമൂവ് ഫ്ലക്സ് റെസിഡ്യൂ. അപ്പോൾ റിമൈൻ ചെയ്യുന്ന ഫ്ലക്സ് അത് വെള്ളം ഉപയോഗിച്ച് കഴുകി നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇനോർഗാനിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. അടുത്തതാണ് ഓർഗാനിക് ഫ്ലക്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കറോസീവ് അല്ല. എന്തെങ്കിലും പോർഷൻ അതിൽ റിമൈൻ ചെയ്താലും ജോയിൻറ്റിൽ ഫ്ലക്സിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ അതെന്തായാലും കൊറോഡ് ആവത്തില്ല. അപ്പം നോൺ കൊറോസീവ് ആയിട്ടുള്ളതാണ് ഈ ഓർഗാനിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, നോൺ വാട്ടർ സോളിബിളും വാട്ടർ സോളിബിളും. വാട്ടർ സോളിബിൾ എന്ന് പറഞ്ഞാൽ വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ ഈസി ആയിട്ട് റിമൂവ് ആവുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വാട്ടറിൽ സോളിബിൾ ആയിട്ടുള്ള ഓർഗാനിക് ഫ്ലക്സ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ സോളിബിൾ അല്ലാതെ നോൺ വാട്ടർ സോളിബിൾ ആയിട്ടുള്ളതും ഉണ്ട്. കൂടുതലും യൂസ് ചെയ്യുന്ന ഈ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഓർഗാനിക് ഫ്ലക്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം വെള്ളത്തിൽ ഈസി ആയിട്ട് കലിഞ്ഞങ്ങ് പോയിക്കോളും, ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. റിമൂവ് ചെയ്തില്ലെങ്കിലും കൊറോഡ് ചെയ്യത്തില്ല, പക്ഷേ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അപ്പോൾ വാട്ടർ സോളിബിൾ ആണെങ്കിൽ സാധാരണ റിമൂവൽ ഓഫ് ഫ്ലക്സ് റെസിഡ്യൂ ആഫ്റ്റർ സോൾഡറിങ് ഈസ് ഈസി. കാരണം വളരെ ഈസി ആയിട്ട് വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് കഴുകി അങ്ങ് റിമൂവ് ചെയ്യാം. നോൺ വാട്ടർ സോളിബിൾ ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് റെസിൻ ടൈപ്പിലുള്ളതാണ്, അതായത് ഗം വുഡ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലൊക്കെയാണ് ഓർഗാനിക് ഫ്ലക്സിലായിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ടർ സോളിബിൾ ആണെങ്കിൽ എന്തെങ്കിലും ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോൾസാണ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഓർഗാനിക് ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് കാണാതെ പഠിച്ചു വയ്ക്കുക. ഒരു 3 or 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഈ സോൾഡറിങ് ഫ്ലക്സസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിൻറ്റും കൂടെ നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം, സോൾഡറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ മെറ്റീരിയൽസും നമുക്ക് സോൾഡറിങ് എന്ന് പറയുന്ന ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, അപ്പോൾ അതിൽ മാത്രമേ സോൾഡറിങ് എന്ന പ്രോസസ്സ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു എബിലിറ്റിയാണ് സോൾഡറബിലിറ്റി എന്ന് പറയുന്നത്. അത് സോൾഡർ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി. നമ്മൾ വെൽഡബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. എല്ലാ മെറ്റീരിയൽസും വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. ചില മെറ്റൽസ് മാത്രമേ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് വെൽഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഉള്ള പ്രോപ്പർട്ടിയാണ് സോൾഡറബിലിറ്റി എന്ന് പറയുന്നത്. സോൾഡറബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു ബി സോൾഡേർഡ്. സോൾഡർ ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, അത് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് സോൾഡറബിലിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഈ കോപ്പർ, ടിൻ, ബ്രാസ്, സിൽവർ, ഗോൾഡ് ഇങ്ങനത്തെ മെറ്റീരിയൽസ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സോൾഡറബിലിറ്റി കൂടുതലുള്ള മെറ്റീരിയലാണെന്ന് പറയും, കോപ്പർ, ടിന്ന്, ബ്രാസ്, സിൽവർ, ഗോൾഡ്. അതേസമയം അലുമിനിയം, പിന്നെ സിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള അലുമിനിയം, സിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റൽസ്, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇങ്ങനത്തെയൊക്കെയാണെങ്കിൽ സോൾഡർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോൾഡർ ചെയ്യാൻ ഇമ്പോസിബിൾ എന്നല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ് അലുമിനിയം, സിങ്ക് ബേസ്ഡ് മെറ്റൽസും സ്റ്റെയിൻലെസ് സ്റ്റീലും ഒക്കെ. അതേസമയം അയണും നിക്കലും ഒക്കെയാണ് പിന്നെയും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് സോൾഡർ ചെയ്യാനായിട്ട്. അതിന് സ്പെഷ്യലായിട്ടുള്ള സോൾഡറൊക്കെ വേണ്ടി, അതായത് ഫില്ല മെറ്റീരിയൽ, അത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫില്ല മെറ്റീരിയൽ, അലോയ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചാണ് അയണും നിക്കലും ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഇതും സോൾഡർ ചെയ്യാൻ ഇമ്പോസിബിൾ ആണ് എന്ന് പറയുന്നില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെ ഡിഫിക്കൽട്ടാണ് അയണും നിക്കലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കുക. സോൾഡറബിലിറ്റി 3 രീതിയിൽ. ഏറ്റവും ഈസി ആയിട്ടുള്ളത് കോപ്പർ, ടിൻ, ബ്രാസ്, സിൽവർ. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള അലൂമിനിയം, സിങ്ക് ബേസ്ഡ് മെറ്റൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിനേക്കാളും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് അയണും നിക്കലും ഒക്കെ. പിന്നെ നമുക്ക് സെറാമിക്സും ഗ്രാഫൈറ്റും ഇങ്ങനത്തെ മെറ്റീരിയൽസും സോൾഡർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിങ്ങനത്തെ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ വർക്ക് പീസിലാണ് സോൾഡർ ചെയ്ത് ജോയിൻറ്റ് ഉണ്ടാക്കുകയുണ്ടെങ്കിൽ ആദ്യം ഈ മെറ്റൽസിൻ്റെ പുറത്ത് എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇലക്ട്രോപ്ലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റിംഗ് കൊടുത്ത് എന്തെങ്കിലും മെറ്റൽസിൻ്റെ ഒരു പ്ലേറ്റിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും ഇതിൻ്റെ പുറത്ത് ഒരു സോൾഡറിങ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റായിട്ട് സെറാമിക്സിലും ഗ്രാഫൈറ്റിലും നമുക്ക് സോൾഡറിങ് ജോയിൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും മെറ്റലിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും, എന്തെങ്കിലും പ്ലേറ്റിംഗ് നമ്മൾ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിരിക്കും സോൾഡർ ചെയ്യുന്നത്. അപ്പം നോൺ മെറ്റൈൽ മെറ്റീരിയൽസ് സച്ച് ആസ് സെറാമിക്സ് ആൻഡ് ഗ്രാഫൈറ്റ് മേ ബി സോൾഡേർഡ് ബൈ ഫസ്റ്റ് പ്ലേറ്റിംഗ് ദ പാർട്സ് വിത്ത് മെറ്റാലിക് എലമെൻറ്റ്സ്. അതായത് ഈ 2 മെറ്റീരിയൽസ് നമുക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്തെങ്കിലും മെറ്റലിൻ്റെ എന്തെങ്കിലും ഒരു കോട്ടിങ് കൊടുത്ത് അതിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു കോട്ടിങ് കൊടുത്തിട്ട് വേണം അതിൻ്റെ പുറത്ത് വേണം സോൾഡർ ചെയ്യാനായിട്ട്. അപ്പം ബേസിക്കലി സെറാമിക്സും ഗ്രാഫൈറ്റും സോൾഡർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതും സോൾഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് കൊടുത്ത്, സാധാരണ മെറ്റലിൻ്റെ എന്തെങ്കിലും കോട്ടിങ് കൊടുത്തതിന് ശേഷം സെറാമിക്കും ഗ്രാഫൈറ്റും ഒക്കെ നമുക്ക് സോൾഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് സോൾഡറബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇതും 3 or 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. എന്താണ് സോൾഡറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 2-3 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പഠിക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അത് ചെറിയൊരു വീഡിയോ ആയിരിക്കും, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.